ഹായ് കൂട്ടുകാരെ, രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴ തന്നെയായിരുന്നു, തോർന്നിട്ടില്ല. അപ്പം ഞാൻ അരി അടപ്പത്തിട്ട് സാമ്പാർ കഷ്ണങ്ങളും കുക്കറിലാക്കി വെച്ചിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി ദോശ ഉണ്ടാക്കാൻ പോകണം. ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നല്ലോണം അങ്ങോട്ട് പൊങ്ങാറില്ല. ഇപ്രാവശ്യം തണുപ്പാണെങ്കിലും ഞാൻ ചൂടുവെള്ളത്തിലാണ് അരി വെള്ളത്തിലിട്ട് വെച്ചത്. അതുകൊണ്ടാണ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ സാമ്പാറും ഞാൻ റെഡിയാക്കിയിട്ടാണ്. പച്ചമുളക് കൊണ്ടാണ് ചമ്മന്തിയും ഉണ്ടാക്കി. അത് കഴിഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങിയത്, മുറ്റടിക്കാൻ ഇറങ്ങിയത്. മഴയത്ത് ചെടികളൊക്കെ വാടാമല്ലിയാണ്ടാ ചെടിച്ചട്ടിയിൽ നിന്ന് താഴേക്ക് വീണടക്കുകയാണ്. ബന്ദിയും കോസ്മസും എല്ലാം പോയിട്ടാണ്. കുറേ ചെടികൾ മഴയത്ത് പോയി, 10 മണിയൊക്കെ പോയി. ഈ കോസ്മസൊക്കെ ഒടിഞ്ഞടക്കുകയാണെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റണം. അതിൻ്റെ അടിയിലും കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം ഒടിഞ്ഞ് വീണടക്കുകയാണ്. ഈ മഞ്ഞപ്പൂ ഉണ്ടാവുന്നത് നിറയെ പൂ ഉണ്ടായിരുന്നതാണ് വേനൽക്കാലത്ത്. ഈ മഴ ഇപ്പോൾ തോർന്നു. ക്യാബേജ് പറിക്കാമെന്ന് വിചാരിച്ച്. ചെറുതാണ് കേട്ടോ, അധികം വലുതൊന്നും ആയില്ല. അധികം വളമൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2 എണ്ണം കിട്ടിയിട്ടാണ്. 2 എണ്ണം ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ കേടായിപ്പോയി. അത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് വേഗം ഞാനത് കൊത്തി എരിഞ്ഞെടുത്ത്. കുറച്ച് തേങ്ങയും കൂടി ആകുമ്പോൾ കുറച്ചുണ്ടാവുമല്ലോ. കൊത്തി എരിഞ്ഞ് പിന്നെ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ജീരകവും 2 വെളുത്തുള്ളിയും കൂടി മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തിട്ടാണ് തേങ്ങയും കൂടി കൂട്ടിച്ചേർത്ത്. എന്നിട്ട് ഞാൻ കുറച്ചെല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഈ അരച്ചതും കൂടി കൂട്ടി ഒന്ന് തിരുമ്മി വെക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് നേരം വെക്കും തിരുമ്മിക്കൂട്ടി. മുമ്പ് ഞാൻ വെറുതെ കടുക് താളിച്ചിട്ടുള്ളായിരുന്നു. അപ്പോൾ കുറച്ചേരം ഇതേപോലെ തിരുമ്മിക്കൂട്ടി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് കുറച്ച് വേപ്പിലയും ഇട്ട് ഈ പുരട്ടി വെച്ചത് അതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നല്ല വേഗം വാടി കിട്ടും. നല്ല മഴ വരാൻ പോകണ്ടിട്ട് അത് കാരണം ഞാൻ വേഗം റെഡിയാക്കിയാണ്. മുകളിൽ തുണിയൊക്കെ വിരിച്ചിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ പെയ്ത് തുടങ്ങി. ഞാൻ വേഗം തന്നെ തീ കുറച്ചിട്ടിട്ട് ഞാൻ തുണി എടുക്കാൻ പോയിട്ടാണ്. അപ്പോഴേക്കും വന്നപ്പോൾ തന്നെ കുറേശ്ശെ അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, അതിൻ്റെ അടിയിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട്. തേങ്ങ ഇട്ട് വെച്ചതാണല്ലോ, അതാണ് വേഗം അടുക്കി പിടിച്ചത്. പിന്നെ വേഗം തന്നെ ചോറുണ്ടാന്ന് വെച്ച് 2 പപ്പടവും വെറുതെ ഇന്നലത്തെ പൂമീൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊരു കഷ്ണം ഒരു ചാറും കൂട്ടിയെടുത്ത് ചോറുണ്ട്.